Hi students, 11th class chemistry ആദ്യത്തെ ചാപ്റ്ററായ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതിലെ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ആണ് ഇന്ന് നമ്മൾ കാണുന്നത്. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. നിങ്ങൾക്കറിയാം, രണ്ട് റിയാക്റ്റൻസ് കൂടിച്ചേർന്ന് ഒരു പ്രൊഡക്റ്റ് ആകുന്നു. അതായത് രണ്ട് അഭികാരങ്ങളെയാണ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. റിയാക്റ്റൻസ് കൂടിച്ചേർന്ന് ഉൽപ്പന്നമായി വന്നു. ഉൽപ്പന്നമാണ് പ്രൊഡക്റ്റ്. ഇവിടെ നമ്മുടെ റിയാക്റ്റൻസ് ആണ് എയും ബിയും. എയും ബിയും കൂടി ചേർന്ന് എ ബി എന്ന പ്രൊഡക്റ്റ് ആണ് തരുന്നത്. എന്നാൽ ഇവിടെ ഈ റിയാക്ഷൻസ് നടക്കുമ്പോൾ ആദ്യം എ തന്നെയാണ് വന്നത്, അത് കഴിഞ്ഞ് ബി വന്നു. ഈ എയിലെ എ എന്ന് പറയുന്ന റിയാക്റ്റൻസിന്റെ ബോണ്ടിങ്, അവർ തമ്മിൽ ആറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടും ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടാണ് എ ആയി നിൽക്കുന്നത്. ആ എ എന്ന് പറയുന്ന റിയാക്റ്റന്റിന്റെ ബോണ്ടിങ് ബ്രേക്ക് ആകണം. എന്നിട്ട് അതുപോലെ തന്നെ ബിക്കകത്തും ഇഷ്ടംപോലെ ബോണ്ടിങ് ഉണ്ട്, ആ ബോണ്ടിങ്ങും ബ്രേക്ക് ആകണം. എന്നിട്ട് എയും ബിയും കൂടെ കൂടി ചേർന്ന് ഒരു പുതിയ ബോണ്ട് ഉണ്ടായി. അങ്ങനെയാണ് പ്രൊഡക്റ്റായ എ ബി ഉണ്ടാകുന്നത്. എന്നിട്ട് ഇവിടെ പലതരത്തിലുള്ള ലോസ് ഉണ്ടാകുന്നുണ്ട്. പലതരത്തിലുള്ള ഈ കെമിക്കൽ കോമ്പിനേഷൻ നടക്കുമ്പോൾ പലതരത്തിലുള്ള ലോസ് ഉണ്ട്. അതാണ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. എല്ലാത്തിനും ഓരോരോ നിയമങ്ങളാണ് അല്ലേ. നമുക്ക് എന്താണ് ആ ലോസ് നമുക്കൊന്ന് നോക്കാം. There are 5 basic laws of chemical combination that govern every reaction. 5 ബേസിക് ലോസ് ഉണ്ട്. ഒന്ന്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. 2, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. മൂന്നാമത്താണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം ആണ് നാലാമത്തത്. അഞ്ചാമത്തത് അവഗേഡ്രോസ് ലോ. ആദ്യത്തെ ലോ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഇത് ലാവോസിയർ ആണ് കണ്ടുപിടിച്ചത്. നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് ഈ ലോ എക്സ്പ്ലെയിൻ ചെയ്യാം. സൾഫറും അയണും 32 ഗ്രാം സൾഫറും 56 ഗ്രാം അയണും കൂടെ കൂടി ചേർന്ന് 88 ഗ്രാം വെയിറ്റ് ഉള്ള അയൺ FeS ഉണ്ടായി. അതാണ് പ്രൊഡക്റ്റ്. നിങ്ങൾ ആ വെയിറ്റ് ഒന്ന് പരിശോധിച്ചേ. 32 + 56 അതാണ് റിയാക്റ്റൻസിന്റെ വെയിറ്റ്. അതാണ് 88 ഗ്രാം ആണ്. അന്നേരം 88 ഗ്രാം പ്രൊഡക്റ്റും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അന്നേരം എത്ര മാസ് റിയാക്റ്റൻസ് ഉണ്ടായിരുന്നോ ആ അത്രയും ഗ്രാം തന്നെ മാസ് പ്രൊഡക്റ്റായി മാറി. അന്നേരം അതാണ് കൺസർവേഷൻ ഓഫ് മാസ്. കൺസർവേഷൻ മാസ് അതുപോലെ തന്നെ നിലനിൽക്കുന്നു. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് സ്റ്റേറ്റ് ദാറ്റ് മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനകത്ത് മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഓക്കെ, ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അന്നേരം റിയാക്റ്റൻസിന്റെ മാസിന് ഈക്വൽ ആയിരിക്കും പ്രൊഡക്റ്റിന്റെ മാസ്. ലാവോസിയർ ആണ് കണ്ടുപിടിച്ചത്. ചിലപ്പോൾ ബോർഡ് എക്സാമിനൊക്കെ ചോദിക്കാം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് കണ്ടുപിടിച്ചത് ആരാ? അന്നേരം ലാവോസിയർ. 1743 1794 അദ്ദേഹത്തിന്റെ കാലഘട്ടം. വളരെ കാലം മുമ്പായിരുന്നു അല്ലേ. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷന്റെ ആദ്യത്തെ ലോ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഇപ്പൊ നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടെ നമുക്കൊന്ന് പഠിക്കാം. വാട്ടർ, 45 ഗ്രാം വാട്ടർ ഉണ്ടാകുന്നത് ആ പ്രൊഡക്റ്റ്. നിങ്ങൾക്കറിയാം വാട്ടറിന്റെ റിയാക്റ്റൻസ് ആരൊക്കെ ആയിരിക്കും? ഓക്സിജനും ഹൈഡ്രജനും. ഇവിടെ ഓക്സിജൻ 40 ഗ്രാമും ഹൈഡ്രജൻ 5 ഗ്രാമും ആണ് എടുത്തത്. ടോട്ടൽ മാസ് റിയാക്റ്റൻസിന്റെ 45 ഗ്രാം ആണ്. പ്രൊഡക്റ്റായ വാട്ടറിന്റെ ഗ്രാമും അളന്നപ്പോൾ 45 ഗ്രാം തന്നെ കിട്ടി. അന്നേരം ഇവിടെ മാസ് റിയാക്റ്റന്റിന്റെ മാസ് ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റിന്റെ മാസ്. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. രണ്ടാമത്തെ ലോ ആണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ഇത് ജോസഫ് ട്രസ്റ്റ് ആണ് ഇത് കണ്ടുപിടിച്ചത്. ജോസഫ് ട്രസ്റ്റ് ഓർത്തിരിക്കുക. ഓരോ ലോയും ആരാണ് കണ്ടുപിടിച്ചതെന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മുടെ മെമ്മറിയിൽ വേണം. ജോസഫ് ട്രസ്റ്റ് ഷോഡ് ദാറ്റ് a given compound always contain exactly the same proportion of elements by weight. ഒരു കോമ്പൗണ്ട്, ഇപ്പൊ എക്സാമ്പിൾ പറയാണ് H2O, അതൊരു കോമ്പൗണ്ട് ആണ്. ആ
കോമ്പൗണ്ടിനകത്ത് അതിന്റെ മോളിക്കുലാർ ഫോർമുല നമുക്കറിയാം H2O. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും വാട്ടറിനകത്ത് ആരൊക്കെയുണ്ട്? 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും ഉണ്ട്. ഓക്സിജൻ ആറ്റത്തിന്റെ ആറ്റോമിക് നമ്പർ 8, ഹൈഡ്രജന്റെ 1 ആണ്. അന്നേരം ഈ 2 ഹൈഡ്രജനും 1 ഓക്സിജനും ഇങ്ങനെ കോൺസ്റ്റന്റ് കോമ്പോസിഷൻ ആണിത്. അത് ഉണ്ടെങ്കിൽ മാത്രമേ ഈ H2O ഉണ്ടാകത്തുള്ളൂ. At a given compound always contain exactly the same proportion of elements by weight. ഓർക്കുക, ഇതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഫോർമുല എന്താണ്? CO2. ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് 4 വിധത്തിൽ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. അതായത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് കാർബണും ഓക്സിജനുമായി ഡയറക്റ്റ് കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകാം. അതിലൊന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡാണ് കാൽസ്യം കാർബണേറ്റ് ഹീറ്റ് ചെയ്യുമ്പോൾ അത് ഡീകമ്പോസ് ചെയ്യുന്നു. കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകുന്നു. അതായത് നമുക്ക് ഇവിടെ കിട്ടി കാർബൺ ഡൈ ഓക്സൈഡ് ഒരു പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ വേറൊരു മെത്തേഡാണ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രിപ്പറേഷൻ. സോഡിയം കാർബണേറ്റിനകത്തോട്ട് HCl ഒഴിക്കുന്നു. അന്നേരം സോഡിയം കാർബണേറ്റ് NaClഉം H2Oയും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകുന്നു. ഇതും ഒരു കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രിപ്പറേഷൻ മെത്തേഡാണ്. വേറൊരു മെത്തേഡുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് പ്രിപ്പയർ ചെയ്യാൻ. അതായത് മീതെയിനും ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഹൈഡ്രോകാർബൺ കത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ എന്താ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ്? കാർബൺ ഡൈ ഓക്സൈഡും H2Oയും. നമ്മൾ ഈ 4 മെത്തേഡ്സിലൂടെ നിങ്ങൾക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെ? 4 മെത്തേഡ്സ്. ഇവിടെ എല്ലാം ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഫോർമുല നിങ്ങൾക്കറിയാം. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ CO2, മോളിക്കുലർ ഫോർമുല CO2 ആണ്. അന്നേരം റേഷ്യോ ഓഫ് കാർബൺ ടു ഓക്സിജൻ, കാർബണിന്റെയും ഓക്സിജന്റെ റേഷ്യോ ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് സെയിം ആസ് കാർബൺ. എത്രയാണ് ആറ്റോമിക് മാസ്? 12. അതുപോലെ 1 ഓക്സിജൻ 16, 2 ഓക്സിജൻ എത്രയാണ്? 32. അന്നേരം റേഷ്യോ ഓഫ് കാർബൺ റേഷ്യോ 0 ഇൻ carbon dioxide is same as 12/32, that is equal to 0.375. ഏത് മാർഗത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായാലും അവിടുത്തെ റേഷ്യോ, കാർബണിന്റെയും ഓക്സിജന്റെ റേഷ്യോ എന്ന് പറയുന്നത് 0.375 ആണ്. ഇതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ പറയുന്നത്. ഡെഫിനിറ്റ് ആയിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് കോമ്പോസിഷൻ ആണ് ഒരു കോമ്പൗണ്ട്സിനകത്തുള്ളത്. കാർബൺ 12 ഉണ്ട്, ഓക്സിജൻ 2 ഉള്ളതുകൊണ്ട് അത് 32 ആണ് അവിടെ. അതാണ് 12/32, that is equal to റേഷ്യോ കാർബൺ ടു ഓക്സിജൻ എന്ന് പറയുന്നത് 0.375 ആണ്. ഓക്കെ, ഈ ഏത് മാർഗത്തിലൂടെയും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായാലും അവിടുത്തെ റേഷ്യോ 0.375 ആണ്. അതായത് 12 ആറ്റോമിക് മാസ്, കാർബണിന്റെ ആറ്റോമിക് മാസ് 12ഉം ഓക്സിജന്റെ എത്രയാണ് 32 ഗ്രാമും ഉള്ള ഓക്സിജനുമായിട്ടാണ് ഇവിടെ ഇത് കമ്പൈൻ ചെയ്യുന്നത്. അതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇവിടെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അനുസരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് 12 അറ്റോമിക് മാസ് ആണ്. ഓക്സിജൻ O2 2 O2 ഉള്ളതുകൊണ്ടാണ് 16 × 2 32. 12 ഗ്രാം കാർബണും 32 ഗ്രാം ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡിനകത്തുണ്ട്. ഓക്കെ, സി 12 ഗ്രാം ഓക്സിജൻ എന്ന് പറയുമ്പോൾ 2 ഓക്സിജൻ ഉള്ളതുകൊണ്ടാണ് 32 എന്ന് പറയുന്നത്. ഇനി 2 മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡിനകത്താണെങ്കിൽ 24, ഇത് എന്താണ് 12 × 2 24 ഗ്രാം കാർബണും 64 ഗ്രാം ഓക്സിജനും ഇരട്ടിയെടുക്കുക. ഇനി 3 മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ 36 ഗ്രാം കാർബണും 96 ഗ്രാം ഓക്സിജനും. അതായത് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനകത്ത് ആറ്റംസ് കൂടി ചേർന്നാണ് ഒരു കോമ്പൗണ്ട് ഉണ്ടായിരിക്കുന്നത്. ഇതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ ദ സെയിം എലമെന്റ് ഇൻ ദ സെയിം പ്രൊപ്പോർഷൻ ബൈ മാസ്. ഇതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് കോമ്പോസിഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് വെള്ളം പല സ്ഥലങ്ങളിൽ വെള്ളം കാണാം അല്ലെ? നമുക്ക് കുടിക്കാനുള്ള വെള്ളം ഒരു ഗ്ലാസ്സിൽ കൊണ്ട് തന്നാലും, സ്വിമ്മിംഗ് പൂളിനകത്ത് വെള്ളമാണേലും, സമുദ്രത്തിലെ വെള്ളമാണേലും, എല്ലായിടത്തെയും വെള്ളത്തിനകത്ത് പറയുകയാണ് H2O always contains 11.2% hydrogen and 88.8% oxygen. എവിടെ H2O കണ്ടാലും അവിടെ 11.2% ഹൈഡ്രജനും 88.8% ഓക്സിജനും ഉണ്ട്. അതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് കോമ്പോസിഷൻ പറയുന്നത്. കോമ്പൗണ്ട്സ് ഓൾവേസ് കണ്ടെയ്ൻ ദ സെയിം എലമെന്റ് ഇൻ ദ സെയിം പ്രൊപ്പോർഷൻ ബൈ മാസ്.
compound is equal to the sum of the masses of the elements that make up the compound. ഇപ്പം H2O ആണെങ്കിൽ 2 ഹൈഡ്രജന്റെയും 1 ഓക്സിജന്റെയും കൂടെ മാസ് ആയിരിക്കും ടോട്ടൽ പ്രൊഡക്റ്റ് H2O-ക്കകത്തുള്ളത് അല്ലേ? അതാണ് the mass of the compound is equal to the sum of the masses of the elements that make up the compound. The law of definite proportion states that a compound is always composed of the same elements in the same proportion by mass, no matter how large or small the sample. ഇപ്പം നമ്മൾ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞ പോലെ എവിടെയാണേലും എത്ര കൂടുതലാണേലും കുറവാണേലും അതിന്റെ കോമ്പൗണ്ടിനകത്ത് ഇത്ര റേഷ്യോയിൽ തന്നെ ആ ഇലമെന്റ്സ് അല്ലെങ്കിൽ റിയാക്ടൻസ് ഉണ്ടായിരിക്കും. അതായത് H2O-ക്കകത്ത് 2 ഹൈഡ്രജനും 1 ഓക്സിജനും ഉള്ള പോലെ എല്ലാ കോമ്പൗണ്ട്സിനകത്തും അതിന്റെ പ്രൊപ്പോർഷൻ അനുസരിച്ച് ഇരിക്കും. ഇതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. തോന്നിയപടി എല്ലാ കോമ്പൗണ്ട്സ് ഉണ്ടായിരിക്കുന്നതെന്ന് ഇതിന്റെ അർത്ഥം. ആറ്റംസ് കമ്പൈൻ ഇൻ ഹോൾ നമ്പർ റേഷ്യോസ് സോ their proportion by mass will always be the same. അതാണ് H2O is always made up of 2 atoms of hydrogen and 1 atom of oxygen. അങ്ങനെയാണെങ്കിൽ ഓക്സിജൻ ടു the ratio of oxygen to hydrogen in water is always 16:2. എന്താണ്? ഓക്സിജന്റെ ആറ്റോമിക് മാസ് ആണ് 60. ഹൈഡ്രജന്റെ 2 ഹൈഡ്രജൻ ഉണ്ട് അല്ലെ? 2 ഹൈഡ്രജൻ ആകുമ്പോൾ 2, 1 ഹൈഡ്രജൻ 1, 2 ആകുമ്പോൾ 2, അതായത് 16:2. ഓർ അതിന് നമ്മൾ ഇത് സിമ്പിൾ ഇതാക്കുവാണെങ്കിൽ 8:1 എന്നുള്ള റേഷ്യോയ്ക്കകത്ത് ഓക്സിജനും ഹൈഡ്രജനും the ratio of oxygen to hydrogen in water is 16:2 or 8:1. ഓക്കെ, ഇതനുസരിച്ചാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ പറയുന്നത്. തരം നമ്മളിവിടെ പല മോളിക്യൂൾസ് കാണുക. ഏതൊക്കെയാണ്? നൈട്രജൻ ഓക്സൈഡ്. നൈട്രജൻ ഓക്സൈഡിനകത്ത് നൈട്രജൻ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ 1 നൈട്രജനും 1 ഓക്സിജനുമാണ് നൈട്രജൻ ഓക്സൈഡിനകത്ത് കൂടിച്ചേർന്നിരിക്കുന്നത്. പിന്നെ അവിടെ എവിടെ നൈട്രജൻ ഓക്സൈഡിന്റെ ധാരാളം മോളിക്യൂൾസോ അല്ലെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും അവിടെ ആ നൈട്രജൻ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ടിനകത്ത് ആരൊക്കെ ഉണ്ട്? 1 നൈട്രജനും 1 ഓക്സിജനും. അതുപോലെ H2O 2 Hഉം 1 ഓക്സിജനും. നൈട്രജൻ ഡയോക്സൈഡ് എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? നൈട്രജൻ ഡയോക്സൈഡിനകത്ത് 1 നൈട്രജനും 2 ഓക്സിജനും. അത് എവിടെ വേണം? NO2 എവിടെയാണേലും NO2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 നൈട്രജനും 2 ഓക്സിജനും. അതാണ് നൈട്രജൻ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ കാർബണും 2 ഓക്സിജനും. അതാണ് കാർബൺ ഡയോക്സൈഡിന്റെ പ്രൊപ്പോർഷൻ. ഇവിടെ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷനിലാണ് എല്ലാ എലമെന്റ്സും കൂടി ചേർന്നത് പ്രൊഡക്റ്റായി മാറിയിരിക്കുന്നത്. ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിനകത്ത് ഡെഫിനിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺസ്റ്റന്റ് കോമ്പോസിഷൻ ആണ് ഉള്ളത്. കോൺസ്റ്റന്റ് കോമ്പോസിഷൻ, ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ ഓർ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. അടുത്ത ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ആണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. മൾട്ടിപ്പിൾ, ഇപ്പൊ നമ്മൾ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ കണ്ടപ്പോൾ ഒറ്റ കോമ്പൗണ്ട് എടുത്തിട്ട് നമ്മൾ അതിനകത്ത് എല്ലാം ഡെഫിനിറ്റ് കോമ്പോസിഷൻ വരുന്നു എന്ന് പറയുന്നത്. ഇനി മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 2 കോമ്പൗണ്ട് എടുക്കുക. 2 കോമ്പൗണ്ട്. ഫോർ എക്സാമ്പിൾ നൈട്രജൻ മോണോക്സൈഡ്. നൈട്രജൻ മോണോക്സൈഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം NO, 1 നൈട്രജനും 1 ഓക്സിജനും. നൈട്രജന്റെ ആറ്റോമിക് മാസ് 14. അതുപോലെ ഓക്സിജന്റെ 1 ഓക്സിജനേ ഉള്ളൂ 16. പിന്നെ 14:16 എന്നാണ് അവിടെ അതിന്റെ റേഷ്യോ വന്നിരിക്കുന്നത്. 14:16 നൈട്രജന്റെ ആറ്റോമിക് മാസ് NO. അതുപോലെ അടുത്തൊരു കോമ്പൗണ്ടാണ് NO2. NO2 പറയുന്ന പേരാണ് നൈട്രജൻ ഡയോക്സൈഡ്. ആരൊക്കെയായിരിക്കും നൈട്രജൻ ഡയോക്സൈഡ് എന്ന് പറയുമ്പം 1 നൈട്രജനും 2 ഓക്സിജനും. എന്നിട്ട് നമ്മൾ അതിന്റെ മാസ് റേഷ്യോ നോക്കുകയാണെങ്കിൽ മാസ് ഓഫ് നൈട്രജൻ 14, മാസ് ഓഫ് 1 ഓക്സിജൻ എത്രയാണ്? 16. NO2 എന്നിട്ട് 2 ഓക്സിജൻ ഉണ്ട്, നമ്മൾ 32 എന്ന് പറഞ്ഞു. അന്നേരം 14:16 ആണ് NO-ക്കകത്ത്, 14:32 ആണ് NO2-നകത്ത്. പിന്നെ ഇവിടെ നമ്മൾ ഈ മാസ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നൈട്രജന്റെ മാസ് 14, NO2-നകത്ത് നൈട്രജന്റെ മാസം 14. NO-ക്കകത്ത് ഓക്സിജന്റെ മാസ് 1 ഓക്സിജൻ ഉള്ളത് 16 ആണ്. നമ്മുടെ NO2-നകത്ത് 2 ഓക്സിജൻ ഉള്ളതുകൊണ്ട് 32. ഇവിടെ നമ്മൾ നൈട്രജന് ഈ 2 മാസുകളും ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നൈട്രജന്റെ മാസ് 14, അടുത്ത കോമ്പൗണ്ടായ NO2-നകത്ത് നൈട്രജന്റെ മാസ് 14. അതിന് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഫിക്സ് ചെയ്തു. എന്നിട്ട് കൂടെ ഉള്ള ഒരുപോലുള്ള ആറ്റമാണ് ഓക്സിജൻ. അവിടെ 16 ആണ്. രണ്ടാമത്തെ കോമ്പൗണ്ടായ NO2-നകത്ത് ഓക്സിജന്റെ മാസ് 32 ആണ്. അന്നേരം ഈ 2
ആറ്റത്തിൻ്റെയും മാസ് അല്ലെങ്കിൽ രണ്ട് ഇതിൻ്റെ മാസ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ഉണ്ടാകുന്നു. സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ഓക്സിജന്റെ 16, O2ന്റെ 32, അന്നേരം 16:32. അന്നേരം നമുക്ക് പറയാം 1:2 എന്ന് പറയാം. 1:2. ഇതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഒന്നിൽ കൂടുതലാണ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഇഫ് 2 elements can combine to form more than one compound, the masses of one element that combine with a fixed mass of the other element are in the ratio of a small whole number. Ratio of small whole number ആണ് നമ്മൾ കണ്ടത് 1:2. അതായത് മാസ് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് 16:32 or 1:2. രണ്ട് കോമ്പൗണ്ട്സ് എടുത്തിട്ട് ഒരുപോലുള്ളതിനെ കോൺസ്റ്റന്റ് ആയിട്ട് ഫിക്സ് ചെയ്തു. ഒന്നിൽ കൂടുതലുള്ള ആറ്റത്തിനെ നമ്മൾ കമ്പയർ ചെയ്തു. കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഒരു ഹോൾ നമ്പർ ആയിട്ട് വരുന്നു. എക്സാമ്പിൾ ആയിട്ട് എടുക്കുക NOയും NO2. ഇതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഇത് കണ്ടുപിടിച്ച ജോൺ ഡാൾട്ടൺ ആണ്. ജോൺ ഡാൾട്ടൺ. നമുക്കൊന്നിവിടെ പരിശോധിക്കാം. നൈട്രജൻ മോണോക്സൈഡ് NO, നൈട്രജൻ ഡയോക്സൈഡ് NO2. രണ്ട് കോമ്പൗണ്ട് ആണ് NOയും NO2. മാസ് ഓഫ് നൈട്രജൻ 14, മാസ് ഓഫ് ഓക്സിജൻ 16. NO2വിനകത്ത് മാസ് ഓഫ് നൈട്രജൻ 14, മാസ് ഓഫ് ഓക്സിജൻ 32. നമുക്ക് ഇവിടെ ഇതിന്റെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം 14:16, 14:32. ഇവിടെ രണ്ടിടത്തും എന്താണ് 14 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമ്മൾ ആ 14നെ അവിടെ വെച്ചിട്ട് നമ്മൾ കൂടെയുള്ള നൈട്രജന്റെ കൂടെയുള്ള 16നെയും ഇവിടുത്തെ നൈട്രജന്റെ കൂടെയുള്ള O2നെയും കൂടെ എടുത്തു. അന്നേരം 16:32. 16:32 എന്ന് പറയുമ്പോൾ എന്താണ് അത് നമുക്ക് പറയാൻ പറ്റും. അതൊരു ഹോൾ നമ്പർ റേഷ്യോ ആണ് അല്ലെ. റേഷ്യോ 1:2 എന്നുള്ള റേഷ്യോയിൽ നമ്മൾ അങ്ങ് പോകുന്നു. ഇവിടെ പറയുകയാണ് നമ്മൾ ഇതിനെ 14 കോൺസ്റ്റന്റ് ആക്കാൻ വേണ്ടി 14/14, 16/14 എല്ലാം 14 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്തപ്പോൾ അതിന്റെ റേഷ്യോ കിട്ടുവാണ് 1:1.143. നൈട്രജൻ മോണോക്സൈഡിന്റെ 1:1.143യും അടുത്തതിന്റെ 1:2.286. അതായത് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നു ഇവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് 1:2 എന്നുള്ള റേഷ്യോയിൽ വരുവാണ്. 1:2. 1 ഇവിടെ കോൺസ്റ്റന്റ് ആണ്. നൈട്രജന്റെ 1 കോൺസ്റ്റന്റ് ആണ്. അടുത്തതാണ് 1.143:2.286 എന്നുള്ള കൺസെപ്റ്റിലോട്ട് വന്നിരിക്കുകയാണ്. ഇതിന്റെ റേഷ്യോ ആണ്. ഇതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനകത്ത് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷന് വേറൊരു എക്സാമ്പിളും കൂടെ എടുക്കാം. കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും. കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം CO അല്ലെ. CO ഒരു കാർബണും ഒരു ഓക്സിജനും. ഇവിടെയോ ഒരു കാർബണും 2 ഓക്സിജനും. ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? കാർബണിന്റെ ആറ്റോമിക് മാസ് എന്താണ്? സെയിം ആണ്. ഇനി ഓക്സിജൻ എത്രയാണ് വന്നിരിക്കുന്നത്? ഓക്സിജൻ ഇവിടെ 16ഉം ഇവിടെ 32മാണ്. കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് 32, 2 ഓക്സിജനാണ്. അതിന് 32 വന്നു. 32 വന്നപ്പോൾ 16:32, അതായത് 1:2. When two elements combine to form different compounds, the masses of one element combine with the same mass of the other element in a ratio of small whole numbers. ഓക്സിജൻ ആണ്. കാർബണിന്റെ കൂടെ ഓക്സിജൻ കൂടിയപ്പം കാർബൺ മോണോക്സൈഡ് ഉണ്ടായി. അത് അടുത്തത് കാർബണിന്റെ കൂടെ 2 ഓക്സിജൻ കൂടിയപ്പം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി. അതാണ് പറയുന്നത് when two elements combine to form different compounds, the mass of one element combine with the same mass of the other element. അതായത് കാർബൺ മോണോക്സൈഡിലെ ഓക്സിജനും combines with the same mass of the other element. അതേതാണ്? കാർബൺ ഡൈ ഓക്സൈഡിനകത്തെ ഓക്സിജൻ the other element in a ratio of small whole number ratios. അതാണ് 16:32 എന്ന് പറയുന്നത്. that is 1:2 എന്നുള്ള ആ ഒരു ഇതിൽ ഫോമിൽ അങ്ങ് പോവുക. ഇപ്പൊ നമ്മൾ കണ്ടു കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും. കാർബൺ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ടു ഫോം കാർബൺ മോണോക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇതൊരു എക്സാമ്പിൾ ആണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷന്റെ. കാർബൺ മോണോക്സൈഡിനകത്ത് മാസ് ഓഫ് കാർബൺ 12.01, മാസ് ഓഫ് ഓക്സിജൻ 16. കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് കാർബണിന്റെ മാസ് 12.01. അതുപോലെ മാസ് ഓഫ് ഓക്സിജൻ 32. എന്നിട്ട് ഇവിടെ നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് എന്തിനെയാണ് കണ്ടത്? 12ഉം. ഇപ്പം കാർബണിന്റെ മാസ് കോൺസ്റ്റന്റ് ആണ്. മാസ് ഓഫ് ഓക്സിജൻ 16, 32ആണ്. ഇവിടെ ഈ ഓക്സിജൻ ആണ് സെയിം മാസ് ഉള്ള ഓക്സിജൻ തമ്മിൽ എന്താണ് ഇവിടെ ഒരു ഹോൾ നമ്പർ റേഷ്യോ വരുന്നു.
റേഷ്യോ ഇപ്പം റേഷ്യോ ഓഫ് ഓക്സിജൻ ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് ടു ഓക്സിജൻ ഇവിടെ ശ്രദ്ധിക്കുക, കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനുമാണ്. അന്നേരം 32:16. അന്നേരം എന്താണ് വരുന്നത്? 2:1 എന്നുള്ള റേഷ്യോയിൽ വരുന്നത്. 2:1 കാർബൺ ഡൈ ഓക്സൈഡ് ടു ഓക്സിജൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. അടുത്ത ലോ ആണ് ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം. ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം, അതായത് വാതകാവസ്ഥയിലുള്ള പ്രൊഡക്റ്റും ഇലമെന്റ്സിനെയും റിയാക്ടൻസിനെ പറ്റി പറയുന്നതാണ്. ഇത് കണ്ടുപിടിച്ച് ജോസഫ് ലൂയി ഗേ-ലുസാക്സ് ആണ്. When gases combine or are produced in a chemical reaction, gases combine to produce in a chemical reaction, they do so in a simple ratio by volume, provided all gases are at same temperature and pressure. Gay-Lussac's law പറയുന്നത് എന്താണ്? When gases combine in a chemical reaction, they do so in a simple ratio by volume. സിമ്പിൾ റേഷ്യോയിലായിരിക്കും റിയാക്റ്റൻസും കമ്പൈൻ ചെയ്ത പ്രൊഡക്റ്റായി മാറുന്നത്. അത് വാതകാവസ്ഥയിലുള്ള റിയാക്റ്റൻസിനെ പ്രൊഡക്റ്റിനെ പറ്റിയാണ് ഗേ-ലുസാക്സ് പറഞ്ഞിരിക്കുന്നത്. Gay-Lussac's law was given by Gay-Lussac in 1808. He observed that when gases combine or are produced in a chemical reaction, they do so in a simple ratio by volume, provided all gases are at the same temperature and pressure. ഇപ്പം നമുക്ക് അമോണിയ ഗ്യാസ് ഉണ്ടാകുന്നു. N2 plus 3H2 gives 2NH3. അതായത് ഒരു മോൾ നൈട്രജനും 3 മോൾ ഹൈഡ്രജനും കൂടി ചേർന്നാണ് അല്ലെ അമോണിയ ഉണ്ടാകുന്നത്. എന്നാൽ അവിടെ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ അവർ തമ്മിലുള്ള ഒരു റിയാക്ടൻസും പ്രൊഡക്റ്റും തമ്മിൽ വോളിയൂംസ് തമ്മിൽ ഒരു റേഷ്യോ ഉണ്ടാകുന്നു. അതാണ് ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം പറയുന്നത്. നമുക്ക് വാട്ടറിനെ എടുക്കാം. വാട്ടർ 100 ml ഓഫ് ഹൈഡ്രജൻ combined with 50 ml of oxygen to give 100 ml of water vapor. 100 ml ഹൈഡ്രജൻ 50 ml ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് 100 ml വാട്ടർ ഉണ്ടാകുന്നു. The volumes of hydrogen and oxygen which combine together, അതായത് 100 ml ഹൈഡ്രജനും 50 ml ഓക്സിജനും കൂടി ചേരുമ്പോൾ 100:50 എന്ന് പറയുന്നത് എത്രയാകാം? സിമ്പിൾ റേഷ്യോ ആക്കുമ്പോൾ 2:1 ആകുന്നു. 2:1. അന്നേരം ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും റേഷ്യോ എത്രയാണ്? 2:1. 100 ml of hydrogen combined with 50 ml of oxygen to give 100 ml of water vapor. എന്നാൽ ഇവിടുത്തെ റിയാക്ഷനകത്ത് റിയാക്ടൻസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:1. അതായത് സിമ്പിൾ റേഷ്യോസ്, റിയാക്ടൻസും പ്രൊഡക്റ്റും തമ്മിൽ സിമ്പിൾ റേഷ്യോസ് ഉണ്ടാകുന്നു. ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഹൈഡ്രജൻ പ്ലസ് 2 ഹൈഡ്രജൻ 2H2 പ്ലസ് 1 O2 gives 2H2O. എന്നാൽ ഇവിടെ 2:1 എന്നുള്ള റേഷ്യോയാണ് റിയാക്ടൻസ് തമ്മിൽ ഉണ്ടായിരിക്കുന്നത്. When gases combine, they combine in simple whole number ratios. These simple numbers are the coefficients of the balanced equation. ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം എന്താ പറയാ, N2 plus 3H2 gives 2NH3. N2ന്റെ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഹൈഡ്രജന്റെ കോഎഫിഷ്യന്റ് 3 ആണ്. അതുപോലെ അമോണിയയുടെ കോഎഫിഷ്യന്റ് 2 ആണ്. അന്നേരം അർത്ഥം 3 വോളിയം ഓഫ് ഹൈഡ്രജൻ വിൽ പ്രൊഡ്യൂസ് 2 വോളിയം ഓഫ് അമോണിയ. നമുക്ക് ഈ ഇക്വേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും 3 മോൾ ഓഫ് അല്ലെങ്കിൽ 3 വോളിയം ഓഫ് ഹൈഡ്രജൻ വിൽ പ്രൊഡ്യൂസ് 2 വോളിയം ഓഫ് അമോണിയ. ഇതാണ് ഗേ-ലുസാക്സ് ലോ. This N2 plus 3H2 gives 2NH3 indicates that 3 volume of hydrogen will produce 2 volume of ammonia. നോക്കിക്കോ, 3 വോളിയം ഹൈഡ്രജൻ പ്ലസ് 1 വോളിയം നൈട്രജൻ gives 2 വോളിയം NH3. ഗേ-ലുസാക്സ് ലോ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് വാതകാവസ്ഥയിലുള്ള റിയാക്ടൻസിന്റെയും പ്രൊഡക്റ്റിന്റെയും റേഷ്യോ ആണ്. അതുപോലെ അവഗാഡ്രോസ് ലോ, അടുത്ത ലോ ആണ് അവഗാഡ്രോസ് ലോ. അവഗാഡ്രോ എന്ന സയന്റിസ്റ്റിന്റെ കാലഘട്ടം 1776 തൊട്ട് 1856 വരെയായിരുന്നു. അദ്ദേഹത്തിന്റെ
കൺസെപ്റ്റ് അനുസരിച്ച് അദ്ദേഹം പ്രൂവ് ചെയ്ത ലോ ഇതാണ്. ഈക്വൽ വോളിയംസ് ഓഫ് ഗ്യാസസ് കണ്ടെയ്ൻ സെയിം അല്ലെങ്കിൽ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഈക്വൽ വോളിയംസ് ഓഫ് ഗ്യാസസ് കണ്ടെയ്ൻ equal number of molecules at a standard temperature and pressure. ഇവിടെ 2 mole hydrogen plus 1 mole oxygen gives 2 mole H2O. Equal volume of gases contain equal number of molecules. Avagadros law അനുസരിച്ച് equal volumes of all gases under similar conditions of temperature and pressure contain equal number of molecules. In the formation of HCl, അതായത് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാവുകയാണ്. ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകണമെങ്കിൽ H2 plus Cl2 gives 2HCl എന്നാണ്. 1 volume of H2 combined with the 1 volume of Cl2 to give 2 volume of HCl. അതാണ് equal volumes of all gases under similar conditions of temperature and pressure contain equal number of molecules. H2 plus Cl2 gives 2HCl. Avagadros law. അടുത്തതാണ് ഡാൾട്ടൺസ് ആറ്റോമിക് തിയറി. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഡാൾട്ടൺസ് ആറ്റോമിക് തിയറി. നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചപ്പോഴേ പറഞ്ഞായിരുന്നു. എന്താണ് ഡാൾട്ടൺസ് ആറ്റോമിക് തിയറി പറയുന്നത്? ആറ്റത്തെ പറ്റിയുള്ള. അദ്ദേഹം പറഞ്ഞു, മാറ്റർ കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിസിബിൾ ആറ്റംസ്. ആറ്റത്തെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല. ഓൾ ദ ആറ്റംസ് ഓഫ് എ ഗിവൺ എലമെന്റ് ഹാവ് ഐഡന്റിറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഇൻക്ലൂഡിംഗ് ഐഡന്റിക്കൽ മാസ്. ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് ഡിഫറെന്റ് ഇൻ മാസ്. എല്ലാ ആറ്റത്തിനും സെയിം, ഒരേ എലമെന്റിന്റെ ആറ്റത്തിനെല്ലാം സെയിം പ്രോപ്പർട്ടീസ് ആയിരിക്കും. കോമ്പൗണ്ട്സ് ആർ ഫോംഡ് വെൻ ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ് കമ്പൈൻ ഇൻ എ ഫിക്സഡ് റേഷ്യോ. ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ പറഞ്ഞു. കെമിക്കൽ റിയാക്ഷൻസ് ഇൻവോൾവ് റീഓർഗനൈസേഷൻ ഓഫ് ആറ്റംസ്. These are neither created nor destroyed in a chemical reaction. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകുമ്പോൾ റിയാക്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും റീഓർഗനൈസ് ചെയ്ത പ്രൊഡക്റ്റ് ഉണ്ടായി മാറുന്നു. Neither created nor destroyed in a chemical reaction matter. നമ്മൾ ഇപ്പം പഠിച്ചത് 5 ബേസിക് ലോസ് ആണ്. കെമിക്കൽ കോമ്പിനേഷൻ്റെ 5 ബേസിക് ലോസ് ഏതൊക്കെയായിരുന്നു? Law of conservation of mass, definite proportion, multiple proportion, Gay-Lussac's law of gaseous volume, Avagadros law. ഈ 5 കെമിക്കൽ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഈ ലോസ് കൂടിയാണ് എല്ലാ കെമിക്കൽ കോമ്പിനേഷനും നടക്കുന്നത്. നമുക്കൊന്നും കൂടെ ഒന്ന് പരിശോധിക്കാം. ഈ ലോസ് ഒന്ന് ചെയ്യാം. The combination of elements to form compound is governed by the 5 basic laws. ഒന്നാമത്തെ ലോ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ്. ദിസ് ലോ വാസ് പുട്ട് ഫോർത്ത് ബൈ ആന്റോണിയോ ലവോസിയർ ഇൻ 1789. 1789 ഇത് കണ്ടുപിടിച്ചത്. അടുത്താണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ദിസ് ലോ വാസ് ഗിവൺ ബൈ എ ഫ്രഞ്ച് കെമിസ്റ്റ്. ആരായിരുന്നു? ജോസഫ് ട്രസ്റ്റ്. He said that a given compound always contain exactly the same proportion of elements by weight. മൂന്നാമത്തെ ലോ ആണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഇത് കണ്ടുപിടിച്ചത് ഡാൾട്ടൺ ആണ് 1803. അദ്ദേഹത്തിന്റെ തിയറി അനുസരിച്ച് if 2 elements can combine to form more than one compound, the masses of one element that combine with a fixed mass of the other element are in the ratio of small whole numbers. Example ഒക്കെ ഓർത്തിരിക്കുക കേട്ടോ പറയുന്നതൊക്കെ. അടുത്ത ലോ ആണ് Gay-Lussac's law of gaseous volume. ഇത് 1808 Gay-Lussac തന്നത്. He observed that when gases combine or are produced in a chemical reaction, they do so in a simple ratio by volume provided all gases are at same temperature and pressure. അവരുടെ റിയാക്റ്റൻസും പ്രൊഡക്ട്സും തമ്മിലൊരു റേഷ്യോ ഉണ്ട്. അവഗാഡ്രോസ് ലോ പ്രൊപ്പോസ് ചെയ്ത 1811 അദ്ദേഹത്തിന്റെ തിയറി അനുസരിച്ച് എന്താണ് പറഞ്ഞത്? ഈക്വൽ വോളിയംസ് ഓഫ് ഗ്യാസസ്
at the same temperature, equal volumes of gases at the same temperature and pressure should contain equal number of molecules. Equal volume of gases at the same temperature and pressure should contain equal number of molecules. Dalton's atomic theory എന്തായിരുന്നു? Matter consists of indivisible atoms. 1808 Dalton published a new system of chemical philosophy in which he proposed the following. ഏതൊക്കെയായിരുന്നു? Matter consists of indivisible atoms. All the atoms of a given element have identical properties. Compounds are formed when atoms of different elements combine in a fixed ratio. Chemical reactions involve reorganization of atoms. These are neither created nor destroyed. Dalton's theory could explain the laws of chemical combination. Dalton's theory ഈ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ ഇപ്പോഴും ബോർഡ് എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. ഈ ലോസ്, കെമിക്കൽ കോമ്പിനേഷൻ്റെ ലോസ് ഓർത്തിരിക്കുക, പഠിക്കുക, അത് കണ്ടുപിടിച്ച ആരാണെന്നും മനസ്സിലാക്കുക. നമുക്കിനി കുറച്ച് ഇതിൻ്റെ ഈ കെമിക്കൽ കോമ്പിനേഷനൊക്കെ നടത്തി കഴിഞ്ഞല്ലേ, ലോസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഓരോന്നിനെയും മാസ്, റിയാക്ടൻസ് കൂടി ചേർന്ന്, ആറ്റംസ് കൂടി ചേർന്ന് മോളിക്യൂൾസ് ഉണ്ടാകുന്നു. അന്നേരം എന്താണ് ആറ്റോമിക് മാസ്, എന്താണ് മോളിക്കുലാർ മാസ് എന്നൊക്കെ നമുക്കൊന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. One atomic mass unit is defined as a mass exactly equal to 1/12 the mass of one carbon-12 atom. ഇപ്പം നിങ്ങൾക്കറിയാം, എന്തിനും നിങ്ങളോട് കമ്പയർ ചെയ്യും. ഇപ്പം നിങ്ങളുടെ അടുത്തൊരു നല്ല പഠിക്കുന്ന കൊച്ചുണ്ട്, എന്നിട്ട് പറയും അവനെ കണ്ടുപിടിക്കുക. അതുപോലെ നമ്മുടെ കാർബൺ ആറ്റം, കാർബൺ-12 ആറ്റത്തിനെയാണ് നമ്മുടെ കെമിസ്ട്രിക്കകത്ത് എലിമെന്റ്സ് എല്ലാം കണ്ടുപിടിക്കാൻ പറയുന്നത്. അതായത് one atomic mass unit is defined as a mass exactly equal to 1/12 the mass of one carbon-12 atom. AMU atomic mass unit ആണ്. 1 AMU that is equal to 1.66056 into 10⁻⁻24 gram. നമ്മൾ സയന്റിഫിക് നൊട്ടേഷൻ ഒക്കെ പഠിച്ചായിരുന്നല്ലേ. ഇത് വളരെ അന്നേരം അതനുസരിച്ച് ഇവിടെ എഴുതിയിരിക്കുകയാണ്. ഒരു AMU ആറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ കാണാതെ പഠിക്കണം. 1.66056 into 10⁻⁻24 gram. ഇനി ഇപ്പോഴത്തെ കാലത്ത് AMUവിന് വരെ നമ്മൾ U എന്ന സിമ്പിൾ വെച്ചാണ് ഇതിന്റെ ആറ്റത്തിന്റെ മാസിനെ കണക്കാക്കുന്നത്. U. ഓക്കെ, one atomic mass unit is defined as a mass exactly equal to 1/12 mass of one carbon-12 atom. 1 AMU എന്താണ് നമ്മൾ പഠിച്ചു? 1 AMU that is equal to 1.6605610 into 10⁻⁻24 gram. Mass of an atom of hydrogen that is equal to 1.673610 -24 gram. അതുകൊണ്ട് നമ്മൾ thus in terms of AMU the mass of hydrogen ആറ്റത്തെ നമ്മൾ ആക്കുകയാണ്. അതെങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? 1.673610 into 10⁻⁻24 divided by 1.660561 into 10⁻⁻24 gram കൊണ്ട് ഡിവൈഡ് ചെയ്തു. കാർബൺ-12 ആറ്റത്തിന്റെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈഡ്രജന്റെ മാസ്, ആറ്റോമിക് മാസ് യൂണിറ്റ് കിട്ടുവാണ്. ഗ്രാമിലുള്ള ഹൈഡ്രജന്റെ AMU ആക്കുവാണ് 1.0080 AMU. AMU ഇപ്പോൾ എന്ത് വിളിക്കുന്ന U എന്നാണ് വിളിക്കുന്നത്, യൂണിഫൈഡ് മാസ്. AMU ഹാസ് ബീൻ റീപ്ലേസ്ഡ് ബൈ U വിച്ച് ഈസ് നോൺ ആസ് യൂണിഫൈഡ് മാസ്. നമ്മൾ ആറ്റത്തിന്റെ മാസിനെ സാധാരണ നമ്മള് മാസിനെ ഗ്രാമിലാണ് പറയുന്നത് അല്ലെ, അതിനെ നമ്മൾ എന്താക്കുവാണ്, ഇവിടെ ആറ്റോമിക് മാസിന്റെ പ്രത്യേക യൂണിറ്റ് കൊണ്ടുമാണ് AMU. ഇപ്പോൾ അത് AMU എന്ന് പറയുന്നത് U എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, യൂണിഫൈഡ് മാസ്. ഈ കാർബണിന്റെ പല ഐസോടോപ്പാണ്. കാർബൺ-12, കാർബൺ-13, കാർബൺ-14. അതിന്റെ ആറ്റോമിക് മാസിന്റെ ആവറേജ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുവാണ് 12.011 U. യൂണിഫൈഡ് മാസ് ആറ്റോമിക് മാസ് ആയിട്ട് എടുക്കുകയാണ് U 12.011. എങ്ങനെയാണ് കിട്ടുന്നത്? അതിന്റെ ആവറേജ് എടുക്കുക കേട്ടോ. ആവറേജ് എടുത്ത് നമുക്ക് ആവറേജ് ആറ്റോമിക് മാസ് ഓഫ് കാർബൺ ഐസോടോപ്പ് കിട്ടുന്നു. ഇനി ആറ്റോമിക് മാസിന് ഗ്രാമിലോട്ട് പറയുക. ദ ആറ്റോമിക് മാസ് ഓഫ് ആൻ എലിമെന്റ് എക്സ്പ്രസ് ഇൻ ഗ്രാം ഈസ് കോൾഡ് ഗ്രാം ആറ്റോമിക് മാസ്. ഫോർ എക്സാമ്പിൾ, ഓക്സിജൻ ആറ്റോമിക് നമ്പർ 8 ആണ്, അതിന്റെ മാസ് നമ്പർ 16. ആറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ 16 AMU ആണ്. ഇനി ഗ്രാമിലോട്ട് ആക്കുകയാണെങ്കിൽ 16 AMU എന്ന് പറയുന്നത് എന്താകുന്നു? 16 ഗ്രാം ആകുന്നു. 16 gram. Gram atom mass of oxygen 60 gram. 1 gram atom of oxygen that is equal to 16 gram. Okay.
gram atomic mass. The atomic mass of an element expressed in gram is called gram atomic mass. Atomic mass പഠിച്ചല്ലേ? ഇനി അന്നേരം മോളിക്കുലാർ മാസ് എന്തായിരിക്കും? ഈ ആറ്റംസ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്താണ് മോളിക്യൂൾ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ എല്ലാത്തിന്റെയും കൂടെ ആകെ തുകയാണ് മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. Molecular mass of a substance is the average relative mass of its molecule as compared to the mass of an atom of carbon-12. Molecular mass is the sum of atomic masses of the elements present in a molecule. It is obtained by multiplying the atomic mass of each element by the number of its atoms and adding them together. For example, H2O-യുടെ atomic അല്ലെങ്കിൽ molecular mass നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? ഒരു ഹൈഡ്രജൻ ഒന്നാ, രണ്ട് ഹൈഡ്രജൻ ഉണ്ട്, H2O, രണ്ട് ഹൈഡ്രജൻ, അന്നേരം ആറ്റോമിക് വെയിറ്റ് 2. അടുത്തായിട്ട് നമ്മൾ എടുക്കുകയാണ് ഓക്സിജൻ, ഒന്നേ ഉള്ളു അല്ലേ? ഓക്സിജൻ ഒന്നാകുമ്പോൾ അതിന്റെ നമ്മൾ 16 എടുത്തു, അന്നേരം നമുക്ക് 18 എന്നുള്ള ആ കൺസെപ്റ്റത്തില് 16 gram per mole ആണ് വന്നിരിക്കുന്നത്. 16 gram per 16 plus 2 എത്രയാണ്? 18 gram per mole. ഈ മോളിക്കുലാർ മാസിനെ ഗ്രാമിലോട്ട് എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പറയുന്നത് ഗ്രാം മോളിക്കുലാർ മാസ്. ഗ്രാം മോളിക്കുലാർ മാസ്. ദ മോളിക്കുലാർ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ഈസ് കോൾഡ് ഗ്രാം മോളിക്കുലാർ മാസ്. ദ എമൗണ്ട് ഓഫ് ദ സബ്സ്റ്റൻസ് ഈസ് ഓൾസോ കോൾഡ് 1 gram മോളിക്യൂൾ. ഇപ്പൊ H2SO4ന്റെ 2 ഹൈഡ്രജൻ ആറ്റോമിക് മാസ് പ്ലസ് സൾഫറിന്റെ ആറ്റോമിക് പ്ലസ് 4 ഓക്സിജന്റെ ആറ്റം, അതിന്റെ ആറ്റോമിക് മാസ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുകയാണ് 98 AMU. 98. Molecular mass is the sum of atomic masses of the elements present in a molecule. It is obtained by multiplying the atomic mass of each element by the number of its atom. CH4 കണ്ടുപിടിക്കാൻ എന്ത്? ഒരു കാർബണിന്റെ ആറ്റോമിക് മാസ് 12 പ്ലസ് 4 ഹൈഡ്രജൻ. എക്സാക്ട് ആയിട്ട് പറയുകയാണെങ്കിൽ കാർബണിന്റെ 12.011 ആണ്. നമ്മൾ പക്ഷെ 12 ഞങ്ങൾ എടുക്കുന്നുള്ളൂ. അതുപോലെ ഹൈഡ്രജന്റെ 1.008 ആണ്. നമ്മൾ 1 എന്ന് സാധാരണ എടുക്കുന്നുള്ളൂ. അന്നേരം 16 ആണ് വരുന്നത്. ഈ കറക്റ്റ് ആയിട്ട് പറയുന്നത് 16.043 യൂണിഫൈഡ് മാസ് യു. അതുപോലെ H2O-യുടെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 2 ഹൈഡ്രജൻ ആറ്റം പ്ലസ് 1 ആറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു 18. 2 into 1.008 U plus 16 U, that is equal to 18.02 U. ഓക്കെ, ഇങ്ങനെയാണ് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്നത്. അടുത്താണ് ഫോർമുല മാസ്. ഫോർമുല മാസ് പറയുന്നത് പ്രത്യേകം പറയുന്നത് H2O നമുക്ക് എളുപ്പമാണ് മോളിക്കുലാർ മാസ്. ഇനി ഫോർമുല മാസ് പറയുന്നത് പ്രത്യേകിച്ച് അയോണിക് കോമ്പൗണ്ടിനാണ് ഫോർമുല മാസ് പറയുന്നത്. ഇനി അയോണിക് കോമ്പൗണ്ട് സോഡിയം ക്ലോറൈഡ് ഒരു അയോണിക് കോമ്പൗണ്ട് ആണ്. The term molecule is replaced by formula unit. For ionic compound, the term molecular mass is replaced by formula mass because in the solid state, the ionic compound do not exist as a single entity. The formula mass is defined as the sum of atomic mass of all the atoms present in a formula unit of an ionic compound. Sum of atomic masses of all the atoms present in a formula unit of ionic compound. Okay. അയോണിക് കോമ്പൗണ്ടിലെ കാര്യം പറയുമ്പോഴാണ് നമ്മൾ ഫോർമുല മാസ് ഇവിടെ പ്രത്യേകം പറയുന്നത്. ഇവിടെ സോഡിയം ക്ലോറൈഡ് ഒരു സ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത്. സോഡിയം ക്ലോറൈഡ് ഡു നോട്ട് കണ്ടെയ്ൻ ഡിസ്ക്രിയേറ്റ് മോളിക്യൂൾസ് ആസ് ദെയർ കോൺസ്റ്റിറ്റ്യൂന്റ് യൂണിറ്റ്. ഇൻ സച്ച് കോമ്പൗണ്ട്സ് അയോണിക് കോമ്പൗണ്ട് ആകുമ്പോൾ അയോൺസ് ആയിട്ട് നിൽക്കുന്നത് പ്ലസും മൈനസും. സോഡിയം ക്ലോറൈഡിനകത്ത് Na പ്ലസ് Cl മൈനസ് ആയിട്ട് നിൽക്കുന്നു. എൻറ്റിറ്റീസ് ആർ അറേഞ്ച് ഇൻ എ 3-dimensional സ്ട്രക്ചർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സോഡിയം ക്ലോറൈഡ്. In sodium chloride, 1 Na plus is surrounded by 6 Cl minus and vice versa. The formula such as NaCl is used to calculate the formula mass instead of molecular mass as in the solid state sodium chloride does not exist as a single entity. Ionic compound ആകുമ്പോൾ അതിന്റെ single entity നിൽക്കുന്നില്ല. Thus formula mass of sodium chloride that is equal to atomic mass of sodium plus atomic mass of chlorine that is equal to 23 plus 35.5 that is equal to 58.5 U. അതാണ് ഫോർമുല മാസ് ഓഫ് സോഡിയം ക്ലോറൈഡ്. അന്നേരം ഓർക്കുക, ഫോർമുല മാസ് നമ്മൾ പറയുന്നത് അയോണിക് കോമ്പൗണ്ട്സിനാണ്. ഫോർമുല മാസ് ഓഫ് സോഡിയം ക്ലോറൈഡ് 58.5, ആറ്റോമിക് മാസ് ഓഫ് സോഡിയം പ്ലസ് ആറ്റോമിക് മാസ് ഓഫ് ക്ലോറിൻ ആണ് ഇത് കിട്ടുന്നത്. അതുപോലെ നമുക്ക് എംപിരിക്കൽ ഫോർമുല വെച്ചാണ് ഈ ഫോർമുല മാസ് കേട്ടോ. എന്താണ് എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്? റേഷ്യോ നമ്പർ ഓഫ് എത്ര മോളിക്യൂൾസിനകത്തെ ആറ്റത്തിന്റെ റേഷ്യോയാണ് എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്.
അതിന്റെ മാസാണ് നമുക്ക് എന്തായിട്ട് പറയാം, ഫോർമുല മാസ് ആയിട്ട് പറയാം. ഗ്രാം ഫോർമുല മാസ്. ഫോർമുല മാസ് ഓഫ് ആൻ അയണിക് സബ്സ്റ്റൻസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ഈസ് നോൺ ആസ് ഗ്രാം ഫോർമുല മാസ്. ഇപ്പൊ 58.5 യു എന്ന് പറയുന്നതിനെ നമ്മൾ 58.5 ഗ്രാം എന്നാക്കിയാൽ അത് ഗ്രാം ഫോർമുല മാസ് ആണ്. അതുപോലെ 170 യു യു എന്ന് പറഞ്ഞാൽ എന്താണ്, യൂണിഫൈഡ് മാസ്, അതാണ് സിൽവർ നൈട്രേറ്റ്. അതിനെ ഗ്രാം ഫോർമുല മാസ് ആക്കുവാണെങ്കിൽ 170 ഗ്രാം എന്നാകും. ഓർത്തിരിക്കുക, ഗ്രാമിലോട്ട് ആവുകയാണെങ്കിൽ അത് ഗ്രാം ഫോർമുല മാസ്. ഇപ്പൊ നമ്മള് ഈ സെക്ഷനിൽ ഇപ്പം പഠിച്ചത് ആറ്റോമിക് മാസ്. എന്താണ് ആറ്റോമിക് മാസ്? ആവറേജ് റിലേറ്റീവ് മാസ് ഓഫ് ആൻ ആറ്റം ഓഫ് ആൻ എലമെന്റ് ആസ് കമ്പയർഡ് വിത്ത് ദ മാസ് ഓഫ് എ കാർബൺ ആറ്റം ടേക്കൺ ആസ് 12 AMU. കാർബൺ 12നെ ഐഡിയൽ ആയിട്ട് എടുത്തിട്ട് അതുമായിട്ട് കമ്പയർ ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? ആറ്റോമിക് മാസ്. ആവറേജ് റിലേറ്റീവ് മാസ് ഓഫ് ആൻ ആറ്റം ഓഫ് ആൻ എലമെന്റ് ആസ് കമ്പയർഡ് വിത്ത് ദ മാസ് ഓഫ് എ കാർബൺ 12. Atomic mass expressed in grams is called gram atomic mass. Molecular mass എന്ന് പറഞ്ഞാൽ sum of the atomic masses of elements present in a molecule. മോളിക്കുലാർ മാസിനെ നമുക്ക് ഗ്രാമിൽ പറയാം, അതുകൊണ്ടാണ് അതിനെ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. ഫോർമുല മാസ് ആണ് ഇപ്പൊ ലാസ്റ്റ് പഠിച്ചത്. സം ഓഫ് ആറ്റോമിക് മാസസ് ഓഫ് ഓൾ ആറ്റംസ് ഇൻ എ ഫോർമുല യൂണിറ്റ് ഓഫ് ദ കോമ്പൗണ്ടിനെയാണ് ഫോർമുല മാസ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനും ആറ്റോമിക് മാസും മോളിക്കുലാർ മാസും അങ്ങനെയുള്ള കൺസെപ്റ്റുകളൊക്കെയാണ്. ഇത് നല്ലപോലെ കേൾക്കുക. കേട്ട് കഴിഞ്ഞിട്ട് ക്ലാസ് കേട്ട് കഴിഞ്ഞ് NCERT ടെക്സ്റ്റ് വായിക്കുക. നിങ്ങൾ ഇതിന്റെ മുമ്പിലത്തെ പാർട്ട്, ഈ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ആദ്യത്തെ പാർട്സ് കാണാൻ വേണ്ടി ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. Thank you. Have a nice day.